നാം ഒരു ദൈവ പൈതലാണ് എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ബൈബിളിലെ ഒരു പദം, കർത്താവ് പറഞ്ഞൊരു പദം ദൈവ ഇഷ്ടം എന്നുള്ളതാണ്, ദൈവഹിതം എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ ഹിതത്തെ പൂർത്തീകരിക്കുകയാണ്. പുത്രനായ യേശുവിനെ കുറിച്ച് പിതാവിൻ്റെ ഹിതമുണ്ടാകും, ഒരു ഇഷ്ടമുണ്ടാകും. സോ നമ്മൾ ജയത്തെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ എല്ലാവരും ഓടുന്നതും ജയത്തിന് വേണ്ടിയാണ്, സക്സസ് ആകാൻ വേണ്ടി അല്ല. ഞാൻ ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സക്സസ്സും ജയമല്ല നിങ്ങൾ നോക്കേണ്ടത്, ദൈവ ഇഷ്ടമാണ്, ദൈവഹിതമാണ്. മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നല്ല, നമ്മുടെ മാർഗവും ലക്ഷ്യവും നന്നായിത്തീരണം. പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു പിതാവിൻ്റെ ഹിതത്തെ നിവർത്തിയിരിക്കുകയാണ്. യേശു തന്നെക്കുറിച്ച് എപ്പോഴും പറയുന്നത്, ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു, പിതാവിൻ്റെ ഹിതം ചെയ്യാൻ വന്നിരിക്കുന്നു. തൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനയിൽ പോലും പിതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തീകരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിനെ പലപ്പോഴും പിശാച് യേശുവിനെ പരസ്പരവും യേശുവും പിശാചും തമ്മിൽ യുദ്ധം ചെയ്യാൻ തക്ക തരത്തിൽ സാഹചര്യങ്ങളെ പിശാച് ചോദ്യങ്ങളുമായി പല രീതിയിൽ പിശാച് യേശുവിന് മുൻപിൽ വരുന്നത് താനുമായി യുദ്ധം ചെയ്യാൻ, തന്നെ ജയിക്കാൻ യേശുവിനെ ടെംപ്റ്റ് ചെയ്യുകയാണ്, പ്രലോഭിപ്പിക്കുകയാണ്. പക്ഷേ പിതാവ് പുത്രനെ അയച്ചത് പിശാചുമായി തൻ്റെ ശുശ്രൂഷ ആരംഭത്തിങ്കിൽ ജയിക്കാനല്ല യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. തൻ്റെ ജയം കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തലയെ തകർത്ത് കാൽവരി ക്രൂശിൽ ജയത്തെ കൊണ്ടാടുകയാണ്. ദൈവം വെച്ച ഹിതത്തിന് മുൻപേ യുദ്ധത്തിലേക്ക് വന്ന് പരാജയപ്പെടുക എന്നതാണ് പിശാച് യേശുവിനെ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ അനാവശ്യമായ യുദ്ധങ്ങളിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി നിൽക്കണം, ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു. ചിലയിടങ്ങളിൽ നാം നിശബ്ദരായിരിക്കേണ്ടതുണ്ട്, ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നിൽക്കേണ്ടതുണ്ട്. മനുഷ്യനും ലോകവും പിശാചും പറഞ്ഞതിൻ്റെ സമയം നീ നഷ്ടപ്പെടുത്തി പറയും. ഞാൻ ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമയത്തെയും കാലത്തെയും ദൈവം മടക്കിത്തരും. ഹൃദയത്തിന് വേണ്ടി നിൽക്കുക. മാനുഷികമായ കയ്യടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രതികരിക്കാം, നിങ്ങൾക്ക് പലരുടെ മുൻപിൽ ജയിച്ചെന്ന് പറയാം. പക്ഷേ ദൈവഹൃദയത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകം നിങ്ങളെ താഴ്ത്തി കെട്ടിയെന്നിരിക്കും. പക്ഷെ സ്വർഗം പറയും, നീ സക്സസ്സിലെ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് പൂർത്തീകരണത്തിലേക്ക് നീ എത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയും. കർത്താവ് ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്സിനെ അല്ല നോക്കേണ്ടത്, ദൈവത്തിന് ഇഷ്ടത്തെ ഫോക്കസ് ചെയ്യുക, ദൈവഹിതം പൂർത്തീകരിക്കുകയാണ്. കർത്താവ് തന്നെ ഏൽപ്പിച്ച ഹിതം പൂർത്തിയാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നെങ്കിൽ സ്വർഗം നിങ്ങൾ ഇഷ്ടം പൂർത്തീകരിക്കുമ്പോൾ സ്വർഗം പറയും നിങ്ങൾ സക്സസ് ആയെന്ന് പറയും. ലോകം നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ സക്സസ് ആയെന്ന് പറഞ്ഞാലും സ്വർഗം അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് വേണ്ടി ദൈവ ഹൃദയത്തിന് വേണ്ടി നിൽക്കുക.